നീറ്റ് പരീക്ഷ എഴുതി ഉന്നത പഠനം സ്വപ്നം കണ്ടിരുന്ന 20-കാരൻ വിദ്യാർത്ഥിക്ക് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നത് ഒരു ദിവസം. വിദ്യാർത്ഥിക്ക് കൂട്ടിനെത്തിയ മാതാവിനും പോലീസ് സ്റ്റേഷനിൽ കഴിയേണ്ടി വന്നു. വിദ്യാർത്ഥിക്ക് വ്യാജ അഡ്മിറ്റ് കാർഡ് നൽകിയ നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മയെ പത്തനംതിട്ട പോലീസ് നെയ്യാറ്റിൻകരയിൽ ചെന്ന് പൊക്കി. നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വിദ്യാർത്ഥിയുടെ മാതാവ് ഗ്രീഷ്മയ്ക്ക് പണം നൽകിയിരുന്നു. എന്നാൽ ഗ്രീഷ്മ അപേക്ഷ അയച്ചില്ല. വിദ്യാർത്ഥിയുടെ അഡ്മിറ്റ് കാർഡ് മാതാവ് ആവശ്യപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്തെ മറ്റൊരു വിദ്യാർത്ഥിയുടെ അഡ്മിറ്റ് കാർഡ് ഗ്രീഷ്മ തിരുത്തി നൽകി. വിദ്യാർത്ഥിയുടെ ഫോട്ടോ പതിച്ചും പേരും മറ്റ് വിവരങ്ങൾ ചേർത്തും വ്യാജ അഡ്മിറ്റ് കാർഡ് ഗ്രീഷ്മ വിദ്യാർത്ഥിയുടെ മാതാവിന് അയച്ചു കൊടുത്തു. ബാർകോഡും സാക്ഷ്യപത്രവും ഗ്രീഷ്മയ്ക്ക് തിരുത്താൻ സാധിച്ചില്ല. ഈ വ്യാജ അഡ്മിറ്റ് കാർഡുമായി വിദ്യാർത്ഥി പത്തനംതിട്ടയിലെ നീറ്റ് പരീക്ഷാ കേന്ദ്രത്തിലെത്തി. വ്യാജ അഡ്മിറ്റ് കാർഡ് ആയതിനാൽ പത്തനംതിട്ട പോലീസ് വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. ഗ്രീഷ്മ പിടിയിലായതോടെ വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചു. എക്സാം സെന്ററിൽ പോയപ്പോഴാണ് ഇതുപോലെ അവർ ഇത് മാറ്റിയതെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ മാൽ പ്രാക്ടീസ് ചെയ്തെന്ന് അവിടെ വെച്ചാണ് പറഞ്ഞത്. എക്സാം എഴുതാൻ അനുവദിച്ചായിരുന്നു. ഒരു 1 അവർ കഴിഞ്ഞപ്പോൾ അവർ തന്നെ മാറ്റി തന്നെ അവിടെ നിന്ന് മാൽ പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞ്. അപ്പോഴെനിക്ക് സംഭവം മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചിരുന്ന ആപ്ലിക്കേഷൻ ഫോം അയച്ച സമയത്ത് എന്തോ പറ്റിയ എററെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ പിന്നെ നേരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്ന് പിന്നെ ബാക്കി സംഭവങ്ങളെല്ലാം ഇങ്ങനെയാണ് നടന്നത്. അപ്പോഴത്തെ ഒരു ഇതുണ്ടായിരുന്നു. സൈലത്ത് വെറ്റിനറി ആവണമെന്നായിരുന്നു. ഗ്രീഷ്മ ഈ ചതി കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് വിദ്യാർത്ഥിയുടെ മാതാവും പറഞ്ഞു. കണ്ട് പരിചയപ്പെട്ട കൊച്ചാണ്. ഞാൻ എന്നുവെച്ചാൽ എനിക്ക് ഡ്യൂട്ടിയിലൊന്ന് വെളിയെ പോകാൻ അപ്പോഴും സമയമില്ലാത്തതുകൊണ്ട് 5 മണിക്കൊക്കെ അടയ്ക്കുമല്ലോ അല്ലടോ. അതുകൊണ്ട് ആ കൊച്ചിൻ്റെ അടുത്ത് PDF ആയിട്ട് എടുത്ത് അയച്ചു തന്ന് ഞാൻ പോയി എടുത്തതാണ്. കമ്പ്യൂട്ടർ വാട്സപ്പ് വഴി ഇട്ട് തന്നു PDF ആയിട്ട്. എക്സാമിന് കയറിയതിന് ശേഷമാണ് പിന്നീട് അറിയുന്നത്. ചെയ്യാത്ത കുറ്റത്തിന് ഈ വിദ്യാർത്ഥി 24 മണിക്കൂർ നേരത്തേക്ക് ശിക്ഷ അനുഭവിച്ചു. ആ വേദന മുഴുവൻ വിദ്യാർത്ഥിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം നേരെ വായിച്ചായിരുന്നു. ഇപ്രാവശ്യം പെട്ടെന്ന് അതിൻ്റെ ഒരു ഇതിൽ ഞാൻ ജസ്റ്റ് ഫോം ടോപ്പിൽ കുറച്ച് മാത്രം വായിച്ചിട്ട് ഫിംഗർ പ്രിൻ്റൊക്കെ വെച്ച് ഫോട്ടോ ഒട്ടിച്ചായിരുന്നു. നേരെ നോക്കിയില്ലായിരുന്നു. ഇല്ല, സംസാരിച്ചില്ല. ഞാൻ വേറെ എന്തെങ്കിലും ഇതിൻ്റെ കാര്യമായിരിക്കും എന്നാണ് അപ്പോഴും പറഞ്ഞില്ലായിരുന്നു. പോയതിനു ശേഷമാണ് എക്സാം എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്. അടുത്ത അവസരത്തിൽ നീറ്റ് പരീക്ഷ എഴുതി വിജയിക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നും വിദ്യാർത്ഥി മാതാവിനോടൊപ്പം തിരുവനന്തപുരത്തേക്ക് ബസ് കയറാൻ പോയത്. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.